Hello friends, ഇന്നത്തെ വീഡിയോയിൽ CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽസ് 1/1 മൈനസ് റോ ആണ് എന്നുള്ളതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദാറ്റ് ഇസ് Q is equal to A alpha K raised to rho plus 1 minus alpha L raised to rho the whole raised to 1 by rho. ഇവിടെ ഈ ഹോൾ ഫംഗ്ഷൻ ടു ദ പവർ 1 by rho ആയതുകൊണ്ട് ഇവിടെ ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇഫ് y is equal to the function of x the whole raised to n, then dy by dx is equal to derivative of f of x the whole raised to n by dx multiplied by f dash x. അതായത് ഈ ആദ്യത്തെ ടേമിൽ നമ്മൾ പവർ റൂൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് n into x raised to n minus 1 ആൻഡ് രണ്ടാമത്തെ ടേമിൽ f of x നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ഇവിടെ ഈ ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ വെച്ച് CES പ്രൊഡക്ഷൻ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ലേബർ ആൻഡ് ക്യാപിറ്റൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു ലേബർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെൽ ക്യൂ ബൈ ഡെൽ എൽ ഇസ് ഈക്വൽ ടു 1 by rho multiplied by a alpha k raised to rho plus 1 minus alpha l raised to rho the whole raised to 1 by rho minus 1 multiplied by 1 minus alpha rho l raised to rho minus 1 എന്ന് കിട്ടും. അതായത് ഈ ടേമിനെ x raised to n എന്നുള്ള രീതിയിൽ കണ്ടിട്ട് n into x raised to n minus 1 പവർ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടേം എഴുതിയിരിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ ടേമിൽ വിത്ത് റെസ്പെക്ട് ടു ലേബർ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ a ആൽഫ k raised to rho എല്ലാം 0 ആയി പോകും. അപ്പോൾ 1 minus alpha l raised to rho ആ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു ലേബർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ l to the power rho വരുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ പവർ റൂൾ തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ 1 minus alpha rho l raised to rho minus 1 എന്ന് കിട്ടും. ഇവിടെ റോ ആൻഡ് റോ ക്യാൻസൽ ആയി പോകും. അങ്ങനെ MPL is equal to a alpha k raised to rho plus 1 minus alpha L raised to rho the whole raised to 1 by rho minus 1 multiplied by 1 minus alpha L raised to rho minus 1 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു k ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽ ക്യൂ ബൈ ഡെൽ k is equal to 1 by rho multiplied by a alpha k raised to rho plus 1 minus alpha L raised to rho the whole raised to 1 by rho minus 1 multiplied by alpha rho k raised to rho minus 1 എന്ന് കിട്ടും. ഇവിടെയും റോ ആൻഡ് റോ ക്യാൻസൽ ആയി പോകും. അങ്ങനെ MPK is equal to a alpha k raised to rho plus 1 minus alpha L raised to rho the whole raised to 1 by rho minus 1 multiplied by alpha k raised to rho minus 1 എന്ന് കിട്ടും. നമുക്കറിയാം മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ is equal to MPL by MPK എന്നുള്ളത്. സോ ഈ രണ്ട് ടേംസും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഈ ഫസ്റ്റ് ടേം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ടാണ് വരുന്നത്. സോ അത് ക്യാൻസൽ ആയി പോകും. സോ MRTS ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ will be equal to 1 minus alpha L raised to rho minus 1 by alpha k raised to rho minus 1. ഈ ഇക്വേഷനെ k by L ഫോമിൽ എഴുതുവാണെങ്കിൽ MRTS of labor for capital is equal to 1 minus alpha by alpha multiplied by k raised to 1 minus rho by L raised to 1 minus rho എന്ന് വരും. ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 1 minus alpha by alpha multiplied by k by L the whole raised to 1 minus rho എന്ന് കിട്ടും. സോ ഇതാണ് MRTS of labor for capital. ഇനി MRTS of labor for capitalനെ A ആയിട്ട് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ MRTS of labor for capital will be ഡെൽറ്റ A. അതേപോലെ തന്നെ K by L നെ B ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ K by L will be ഡെൽറ്റ B. അതേപോലെ 1 minus alpha by alpha is equal to C ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷനെ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് A is equal to C multiplied by B raised to 1 minus rho എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ഇക്വേഷൻസിന്റെ രണ്ട് സൈഡ്സിലും ലോഗ് എടുക്കുവാണെങ്കിൽ നമുക്ക് log A is equal to log C plus 1 minus rho log B എന്ന് കിട്ടും. അതായത് ഇവിടെ രണ്ട് ലോഗ് റൂൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. log x raised to n which is equal to n log x and log mn which is equal to log m plus log n. സോ ഇവിടെ A എന്നുള്ളത് log A ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു C multiplied by B. അത് log mn റൂൾ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് is log C plus log B. ഇനി ഇവിടെ B raised to 1 minus rho ആയതുകൊണ്ട് log x raised to n റൂള് അപ്ലൈ ചെയ്ത് log B യുടെ മുമ്പിൽ 1 minus rho നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു B പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ 1 by A multiplied by del A by del B is equal to 1 minus rho multiplied by 1 by B എന്ന് കിട്ടും. അതായത് log x is equal to 1 by x ആയതുകൊണ്ട് log A എന്നുള്ളത് 1 by A multiplied by del A by del B എന്നാണ് വരുന്നത്. log C 0 ആയി പോകും ആൻഡ് 1 minus rho log B എന്നുള്ളത് 1 minus rho 1 by B എന്നുള്ളത് ആകും. ഇനി ഈ 1 by B നെ LHS ലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ
വരുവാണെങ്കിൽ 1/a multiplied by del a by del b multiplied by b is equal to 1 rho എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ b by a multiplied by del a by del b equal to 1 rho എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡിന്റെ റെസിപ്രോക്കൽസ് എടുത്ത് ഒന്ന് റീറൈറ്റ് ചെയ്യുവാണെങ്കിൽ del b by del a multiplied by a by b is equal to 1/1 minus rho എന്ന് കിട്ടും. ഇനി ഇവിടെ a b del a del b എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ k by l by ഡെൽറ്റ mrts of labor for capital multiplied by mrts of labor for capital by k by l is equal to 1/1 minus rho എന്ന് കിട്ടും. ഇത് വേറൊന്നുമല്ല, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ is equal to 1/1 minus rho എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇത്തരത്തിൽ CES പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ is equal to 1/1 minus rho എന്നുള്ളത് നമ്മളിവിടെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തേക്കുവാണ്.